എറണാകുളം ലിസി ആശുപത്രിയിൽ രണ്ടാഴ്ചയ്ക്ക് മുൻപാണ് തൊട്ടടുത്ത ദിവസങ്ങളിൽ 2 ഹൃദയമാറ്റ ശസ്ത്രക്രിയകൾ നടന്നത്. ഐസക് ജോർജിന്റെ ഹൃദയം സ്വീകരിച്ച അജിനും ബിൽജിത്തിന്റെ ഹൃദയം സ്വീകരിച്ച ആവണിയും ആശുപത്രി വിട്ടു. 2 ആഴ്ച തീവ്ര പരിചരണത്തിന് ശേഷമാണ് ഇരുവരും ഒരുമിച്ച് ആശുപത്രി വിട്ടത്. ഇരുവരെയും സന്തോഷത്തോടെ ആശുപത്രി അധികൃതർ യാത്രയാക്കി. സെപ്റ്റംബർ 10-11 മലയാളികളുടെ ഓർമ്മ പുസ്തകത്തിൽ മറക്കാനാവാത്ത 2 ദിനങ്ങൾ. തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലേക്ക് പറന്നെത്തിയ ഹൃദയവും കൊല്ലത്ത് നിന്ന് കൊച്ചിയിലേക്ക് പാഞ്ഞെത്തിയ ഹൃദയത്തിന്റെ മിടിപ്പ് കേൾക്കാൻ ഓരോ മലയാളിയും പ്രാർത്ഥനയോടെ കാത്തിരുന്ന ദിനം. അപകടത്തെ തുടർന്ന് കൊല്ലം സ്വദേശിയായി 33-കാരൻ ഐസക് ജോർജ് മരണപ്പെട്ടതിന് പിന്നാലെ കുടുംബാംഗങ്ങൾ ഐസക്കിന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. കവാസാക്കി എന്ന അസുഖം ബാധിച്ച് ഏറെ നാളായി കൊച്ചിയിലെ ലിസി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അജിന് ആ ഹൃദയം വെച്ചുപിടിപ്പിക്കാൻ തീരുമാനമായി. തുടർന്ന് എയർ ആംബുലൻസ് മാർഗം തിരുവനന്തപുരത്ത് നിന്നും ഹൃദയം കൊച്ചി ലിസി ആശുപത്രിയിലേക്ക്. തൊട്ടടുത്ത ദിവസം അപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച അങ്കമാലി സ്വദേശിയായ 18-കാരൻ ബിൽജിത്തിന്റെ ഹൃദയം ഡയലേറ്റഡ് കാർഡിയോ മയോപ്പതി അസുഖം ബാധിച്ച 13-കാരിയായ കൊല്ലം സ്വദേശിനി ആവണിക്ക് ചുരുങ്ങിയ സമയം കൊണ്ടാണ് വെച്ചുപിടിപ്പിക്കാൻ തീരുമാനമായത്. തുടർന്ന് കൊല്ലത്ത് നിന്നും വന്ദേ ഭാരത് ട്രെയിനിൽ ആവണിയും മാതാപിതാക്കളും ലിസി ആശുപത്രിയിലെത്തി. 2 ആഴ്ചയ്ക്ക് ശേഷം പ്രാർത്ഥനയോടെ കാത്തിരുന്നവർക്ക് അജിനും ആവണിയും നന്ദി അറിയിക്കാനെത്തി. എല്ലാവിധ ഡോക്ടേഴ്സിനും എല്ലാ ഹോസ്പിറ്റലിലെ മാനേജ്മെന്റിനും നന്ദി പറയുന്നു. എനിക്ക് തന്ന ഹാർട്ട് തന്നെ ആ ചേട്ടനും ആ കുടുംബങ്ങൾക്ക് നന്ദി പറയുന്നു. ഡോക്ടർമാർക്ക് നന്ദി പറയുന്നു. സിസ്റ്റർമാർക്കും നേഴ്സുമാർക്കും നന്ദി പറയുന്നു. ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ഏകദേശം 4 മണിക്കൂറോളം നീണ്ടുനിന്ന ശസ്ത്രക്രിയകൾ. 2 പേരുടെയും ആരോഗ്യനിലയിൽ അദ്ദേഹം പരിപൂർണ തൃപ്തി രേഖപ്പെടുത്തി. ഈ 2 പേരും പിറ്റേ ദിവസം തന്നെ വെന്റിലേറ്ററിൽ നിന്ന് മാറി ഒരു ആഴ്ചക്കുള്ളിൽ റൂമിലേക്ക് മാറി മറ്റ് പരിശോധനകളെല്ലാം നിർവഹിച്ച് ഇന്നിപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ്. 2 പേരും നമ്മൾ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള റിക്കവറിയാണ് ഉണ്ടായത്. ഈ നിമിഷത്തിന് കാരണക്കാരായ ഐസക്കും ബിൽജിത്തും മറ്റൊരു ലോകത്ത് നിന്ന് പുഞ്ചിരിക്കുന്നുണ്ടാവും. അതിന് അവസരമൊരുക്കിയ ഇരുവരുടെയും കുടുംബാംഗങ്ങളോടും ലിസി ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകരോടും അധികൃതരോടും മലയാളിക്ക് പറയാനുള്ളത് നന്ദി മാത്രം. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. അവയവദാനത്തെ നമ്മൾ ഇനിയും തുറന്ന മനസ്സോടുകൂടി സ്വീകരിക്കേണ്ടതുണ്ട്. അവയവദാനം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് ശേഷം നമ്മുടെ അവയവം മറ്റുള്ളവർക്ക് ജീവൻ നൽകുന്നുണ്ട് എങ്കിൽ, അവർക്ക് വീണ്ടും ജീവിക്കാൻ മുന്നോട്ട് പോകാനുള്ള സാധ്യത നൽകുന്നുണ്ട് എങ്കിൽ അവയവദാനത്തെ നമ്മൾ പൂർണ്ണമായും സ്വീകരിക്കേണ്ടതുണ്ട്. എല്ലാവരും തന്നെ അവയവദാനത്തിന് തയ്യാറാകേണ്ടതുണ്ട്. അത് നൽകുന്ന സന്തോഷകരവും സംതൃപ്തവുമായ ചില കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്.